DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 28 ഞായർ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറുകൾക്ക് എണ്ണ കമ്പനികൾ നിയന്ത്രണം കടുപ്പിച്ചെന്ന സൂചന എത്തുകയാണ്. ബുക്ക് ചെയ്ത് 5 ദിവസമായിട്ടും സിലിണ്ടർ ലഭിച്ചില്ലെങ്കിൽ ബുക്കിംഗ് റദ്ദാകുന്നു. ഉപഭോക്താവ് 5 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ബുക്ക് ചെയ്യണം. നേരത്തെ ഇത് ഒരാഴ്ചയായിരുന്നു. ജീവനക്കാർ അവധിയോ അസുഖം കാരണമോ ഏതെങ്കിലും ഭാഗത്തെ വിതരണം വൈകിയാൽ പലർക്കും സിലിണ്ടർ കിട്ടാത്ത അവസ്ഥയുണ്ടെന്നാണ് ആരോപണം. അതുപോലെ ഒരു സിലിണ്ടർ ലഭിച്ച് അടുത്തത് ബുക്ക് ചെയ്യാനുള്ള ഇടവേളയിലെ നിയന്ത്രണവും തുടരുകയാണ്. അതോടൊപ്പം പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിക്ക് ശമനമായതോടെ വാണിജ്യ ഗാർഹിക LPG സിലിണ്ടർ വിലയിൽ കുറവ് വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഇത് സംബന്ധിച്ച് എണ്ണ കമ്പനികളുമായി കേന്ദ്രം കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. LPG വില കുറയ്ക്കുന്നത് വഴി ഉപയോക്താക്കൾക്ക് കൂടുതൽ ആശ്വാസം ലഭിക്കും. ഹോട്ടൽ ഭക്ഷണത്തിന് വില കുറയാനും ഇത് വഴിയൊരുക്കിയേക്കും. വാണിജ്യ സിലിണ്ടറിന് 500 രൂപ മുതൽ 700 രൂപ വരെ കുറഞ്ഞേക്കുമെന്നാണ് സൂചന. എല്ലാ മാസവും 1-ാം തീയതിയാണ് സാധാരണയായി LPG വില പുതുക്കി നിശ്ചയിക്കുന്നത്. ജൂലൈ 1-നകം വില കുറച്ചുള്ള ഉത്തരവ് വരാൻ സാധ്യത. അടുത്ത അറിയിപ്പ്, ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര NPS നീല, NPNS വെള്ള റേഷൻ കാർഡുകൾ മുൻഗണന PHH പിങ്ക് റേഷൻ കാർഡ് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ജൂൺ 27 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ജൂലൈ 17 വൈകിട്ട് 5 മണിവരെയാണ് അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസരം. അതിനാൽ അർഹതയുള്ളവർ അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, കേന്ദ്ര സർക്കാരിൻ്റെ PM കിസാൻ സമ്മാൻ നിധി വഴി പ്രതിവർഷം 6000 രൂപ ധനസഹായം കൈപ്പറ്റുന്ന കേരളത്തിലെ 27 ലക്ഷത്തോളം വരുന്ന കർഷകരെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. പദ്ധതിയുടെ ആനുകൂല്യം തുടർന്നും ലഭിക്കുന്നതിനായി ജൂൺ 30-നകം അക്ഷയ അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് EKYC അപ്ഡേഷൻ നിർബന്ധമായും പൂർത്തിയാക്കണമെന്നും ഇല്ലെങ്കിൽ ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് പുറത്താക്കുമെന്നും കാണിച്ച് വാട്സപ്പ്, ഫേസ്ബുക്ക് എന്നിവയിലൂടെ വ്യാപകമായി പ്രചരിക്കുന്ന വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണ്. കേന്ദ്ര സർക്കാരോ സംസ്ഥാന കൃഷി വകുപ്പോ ഇത്തരത്തിലൊരു മസ്റ്ററിംഗ് അറിയിപ്പ് ഔദ്യോഗികമായി പുറപ്പെടുവിച്ചിട്ടില്ല. നിലവിലെ ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും EKYC സ്റ്റാറ്റസ് ഔദ്യോഗിക വെബ്സൈറ്റിൽ സജീവമായി തന്നെയാണ് കാണിക്കുന്നത്. അതിനാൽ കർഷകർ ഇത്തരം വ്യാജ വാർത്തകൾ വിശ്വസിച്ച് ധൃതി പിടിച്ച് ഓൺലൈൻ സർവീസ് സെന്ററുകളിലേക്ക് പോകേണ്ടതില്ലെന്നും സംശയമുള്ളവർക്ക് വെബ്സൈറ്റ് വഴി സ്വന്തം സ്റ്റാറ്റസ് പരിശോധിക്കാമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവരിൽ നിലവിലെ നിയമപ്രകാരം കുടുംബ വാർഷിക വരുമാന പരിധി 1 ലക്ഷം രൂപയാണെങ്കിലും പലർക്കും വില്ലേജ് ഓഫീസുകളിൽ നിന്ന് അതിനു മുകളിൽ വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് കാരണം പാവപ്പെട്ടവർക്കും ഗുരുതര രോഗബാധിതർക്കും പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. അതിനാൽ ഈ വരുമാന പരിധി ഉയർത്തുന്ന കാര്യം സർക്കാർ പരിഗണിച്ചേക്കും. കൂടാതെ വീടുകളിൽ AC ഉള്ളവരെ നിലവിൽ പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാറുണ്ടെങ്കിലും രോഗബാധിതരുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം AC സ്ഥാപിച്ചവർക്ക് ഇതിൽ പ്രത്യേക ഇളവുകൾ നൽകാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വന്തമായി വാഹനങ്ങളുള്ളവരെ ഒഴിവാക്കുന്ന നിബന്ധനയിലും കാലോചിതമായ മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ 1 ഏക്കറിലധികം ഭൂമിയുള്ളവർ, 2000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുള്ളവർ തുടങ്ങിയ മാനദണ്ഡങ്ങളിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. മുൻപ് പെൻഷൻ അനുവദിക്കപ്പെടുകയും പിന്നീട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്തവർക്ക് ഭാവിയിലെ നിയമ നടപടികൾ ഒഴിവാക്കാനായി തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സ്വമേധയാ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അവസരവും സർക്കാർ ഒരുക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ സർക്കാർ നടത്തുന്ന കർശനമായ പുനഃപരിശോധനയിലൂടെ അനർഹരെ പൂർണ്ണമായും കണ്ടെത്തുകയും ഒഴിവാക്കുകയും ചെയ്യുമെങ്കിലും അർഹതയുള്ള എല്ലാ പാവപ്പെട്ടവർക്കും ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകുന്നുണ്ട്. പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.